ആര്യാടൻ ഷൗക്കത്തിനെ കൂടെ വെട്ടിയിട്ട് ആരത് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്? ആര്യാടന്റെ മകനാ. ഉള്ളിപ്പോ എന്താ സിനിമയ്ക്ക് എടുത്ത് നടക്കുന്നത് കേട്ടോ. പുതിയ കഴിഞ്ഞ കഴിഞ്ഞ തവണയല്ല, കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചു. അതിനു മുമ്പ് മത്സരം, അതിനുശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അല്ല, അതപ്പോ നമുക്ക് ആലോചിക്കാന്നേ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരായ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. ശ്രേണിയിലുള്ള നേതാക്കളാണ് എന്ന് പറഞ്ഞു. താങ്കൾ ഈ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പി ജയരാജൻ അടക്കമുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താങ്കൾ ഈ ഉന്നത ശ്രേണി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണൂരിൽ നിന്ന് അല്ല. അപ്പൊ നിങ്ങൾ ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എന്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവണ്ട. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച ആ ജയരാജനെ നിങ്ങൾ കാണുക. ഞാനില്ലെന്ത് ചെയ്യണം? അല്ല, അതിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എല്ലാരും കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ആരും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ ഞാന് പുള്ളി രാവിലെ സ്റ്റേറ്റ്മെന്റ് നടത്തി, ഞാൻ വൈകിട്ട് പറയുന്നു പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ച് നിങ്ങളിപ്പോ പറയില്ലേ നമുക്ക് നോക്കാം, വിൽ ടേക്ക് കെയർ, നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എന്നെ കള്ളനാക്കിയിരിക്കണം, ബാക്കിയൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു. പി ശശിയെ പറ്റി, കാട്ടുകള്ളനെ പറ്റിയിട്ട്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ അതിലും വലിയ കള്ളനാണല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെ കുറിച്ച് എന്തായി പറയുന്നത്? അപ്പൊ അതിന്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തില് എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം. പിന്നെ പറഞ്ഞു എന്താണ് ഗവർണർ കേസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫോൺ ചോർത്തല് അതും വരുന്നുണ്ട്, ഇങ്ങനെ ഭയപ്പെടുത്തല്. ഇപ്പൊ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഇനിയിപ്പോ ഞാൻ ഇന്നത്തോടു കൂടി എന്താ എല്ലാ പ്രിവിലേജും പോവാണ്. പലരും പറഞ്ഞതാ. ഞാന് എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു പ്രിവിലേജിന്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 1.5 കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എന്റെ ഈ രാജി കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക്. ഞാൻ പറയട്ടെ, എന്റെ 45 ഞാന് 9ാം ക്ലാസ് ക്ലാസ് ലീഡറായി 1979 തുടങ്ങിയ പൊതുപ്രവർത്തന. ആ 45 കൊല്ലത്തെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ 3 അക്ഷരമായിരുന്നു. ആ 3 അക്ഷരമാണ് ഈ 1.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിലെനിക്ക് ഒരു പേടിയില്ല. എനിക്ക് എന്റെ കാര്യവും എന്റെ പാർട്ടിയുമായി ആലോചിച്ച് നമ്മുടെ പാർട്ടി നിലപാടിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ആ നിലപാടാണ് നമ്മൾ പറയുന്നത്. UDF ആണ്, UDFന്റെ നിലപാട് എന്താ പറയാ വിവരിക്കേണ്ടത്. അതിലിപ്പോ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നിരുപാധിക പിന്തുണ, ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് നിരുപാധിക പിന്തുണ കൊടുത്ത് ഈ പിണറായി സത്തെ കേരളത്തിന്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 123 സീറ്റിലാണ് അന്ന് UDF ലീഡ് ചെയ്തത് 2019. ആ 123 നിയമസഭാ മണ്ഡലം കേരളത്തിൽ UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26ലെ തെരഞ്ഞെടുപ്പിൽ നേടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് അണ്ണാരക്കണ്ണനും എന്താ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ചു കയറുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിലമ്പൂര് ഞാൻ രാജിവെച്ച ഒഴിവില്ല. അപ്പൊ അവിടെ എനിക്ക് ചെറിയൊരു സേ ഉണ്ടാവും. അങ്ങനെ കൂട്ടിയാൽ മതി.
ഇനി വരണമെങ്കിൽ എന്തായാലും കത്ത് കൊടുക്കണം. കാരണം മുന്നണി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ മുന്നണി ചില മര്യാദകൾ ഉണ്ടാവും. അപ്പോൾ അത് നൽകുമോ ഇനി മുന്നണി? അത് ആദ്യമേ എനിക്ക് സ്പീക്കർ എന്റെ രാജി സ്വീകരിക്കണം. രാജി സ്വീകരിച്ചു കഴിഞ്ഞാലേ എനിക്ക് തൃണമൂൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, കാരണം ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സ്പീക്കർ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് സ്വീകരിക്കും. മെമ്പർഷിപ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ലീഡർഷിപ്പുമായി കൂടിയാലോചിച്ചിട്ട് എന്ത് വേണമെന്നൊരു ആലോചന നടത്തും. ആ ആലോചനയിൽ കത്ത് കൊടുക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ആ കത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ UDF കൊടുക്കും. കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ ഒരു മിനിറ്റ് ഇനി അല്ല, അപ്പൊ ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ എനിക്കതല്ല അവിടെ വോട്ടില്ല. എനിക്ക് എറണാകുളത്തിലാണ് വോട്ട് ചെയ്യേണ്ട എന്റെ ആളുകൾ അവിടെ ഉണ്ടല്ലോ. അതെന്താകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം കഥ എഴുതണം. എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ കഥ എഴുതുകയാണ്. പ്ലീസ്. അല്ല, അതൊക്കെ നമുക്ക് അപ്പം ആലോചിക്കാന്ന്. അതെ, എനിക്ക് ഇനിയുള്ള പറയാം, ഒരു ഇലക്ഷനിലേക്ക് ഇനി പോകണമെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ അതിന്റെ പണിക്കിറങ്ങണം. എനിക്ക് എന്റെ സ്ഥാനം ഉറപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ എന്റെ സ്ഥാനം കൈവിടേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഉദ്ദേശം ഈ 140 മണ്ഡലങ്ങളിലെ ഈ വനമേഖലയിൽ പ്രത്യേകിച്ചും ഈ 10-60 നിയമസഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കർഷക സംഘങ്ങളുണ്ട് അവിടെ. SC ST വിഭാഗം, ST വിഭാഗം, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഓട്ടത്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ നിലമ്പൂർ പോയി നിൽക്കണേ 3 മാസം അതിന് ഇനി മെനക്കെടണം. സമയമല്ല ഇവിടെ. ഞാൻ ഈ പറഞ്ഞ 481 ദിവസമേ ഉള്ളത്. ഓരോ ദിവസവും വാല്യബിൾ ആണ്. അപ്പോ 2019 123 UDF ഉയർത്തിക്കൊണ്ട് വരികയും 17 ഇവിടുത്തെ LDF താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ വലിയ മഹാനായിട്ടല്ല പറയുന്നത്. അതേ പറഞ്ഞ അണ്ണാരക്കണ്ണന് എന്താ ചെയ്യാൻ പറ്റുക? ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് പരിശോധിക്കണം. 2011, 2016, 2021 ഈ 3 നിയമസഭയെ നിങ്ങൾ എടുത്താൽ 63 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് CPMന്റെ കയ്യിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ. ഈ 61 സീറ്റിൽ 22 സീറ്റ്, 63 സീറ്റിൽ 22 സീറ്റ് 6250 വോട്ടിന്റെ താഴെയാണ് CPM ജയിച്ചിട്ടുള്ളത്. അതില് 300 വോട്ട് വരെയുണ്ട് നമ്മളെ കുറ്റിയാടി. അപ്പം അവിടെ ഒരു 5000 വോട്ട് ഈ പറയുന്ന 23 മണ്ഡലങ്ങളിൽ പുതുതായിട്ട് UDF പിടിക്കാൻ കഴിഞ്ഞാൽ ആ 23 CPMന്റെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയുള്ള വേറെ ചില മണ്ഡലങ്ങളുണ്ട്, ഒരു 15-20 മണ്ഡലങ്ങൾ. അവിടെയൊക്കെ പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി UDF പ്ലാൻ ചെയ്യാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ അത് കിട്ടും, ഇങ്ങനെ പോയാൽ ഇത് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഒരുപാട് സാമുദായിക സംഘടനകൾ, ചെറുകിട സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ചില V4 ദിസ് പഞ്ചായത്ത്, V4 എടവണ്ണ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ഇതൊക്കെ വലിയ ശക്തിയാണ്. ഇതൊന്നും ഇവരൊന്നും ആരും കാണാറില്ല. അപ്പൊ ഇത്തരം സംഘടനകൾ, സോഷ്യൽ ക്ലബ്ബുകൾ, നമ്മ കർഷക സംഘടനകളോടൊപ്പം നിൽക്കുന്ന അല്ലാത്ത യൂത്തിന്റെ ക്ലബ്ബുകൾ, ഇവരൊക്കെ നോൺ പൊളിറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മലയോര മേഖലയിൽ 10% ആളുകൾ വോട്ട് ചെയ്യാൻ തന്നെ പോകുന്നില്ല. എന്താ കാരണം? ആർക്ക് ചെയ്തിട്ട് എന്താ എന്ന വികാരം അവർ പ്രകടിപ്പിക്കുകയാണ്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പണികൾ എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാനില്ല.